നിയമസഭയുടെ ആദ്യ സമ്മേളനം ചേരുമ്പോൾ തന്നെ UDFിൻ്റെ അംഗസംഖ്യ ഒന്ന് കുറഞ്ഞു. നേരത്തെ LDF 99, UDF 41 എന്നായിരുന്നു അംഗസംഖ്യ. വടകരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച RMPയും UDFിൻ്റെ ഭാഗമായിട്ടായിരുന്നു എണ്ണപ്പെട്ടുകൊണ്ടിരുന്നത്. കാരണം UDFിൻ്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ RMP സ്ഥാനാർത്ഥി KK രമ വിജയിച്ചത്. KK രമ മത്സരിക്കുന്ന ഘട്ടത്തിൽ, മത്സരം കഴിഞ്ഞ ഘട്ടത്തിൽ തന്നെ KK രമ UDFിൻ്റെ ഭാഗമാകില്ല എന്ന് വാർത്തകൾ +1 TV നൽകിയിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ നിയമസഭ ആരംഭിച്ച ഘട്ടത്തിൽ KK രമ സ്വീകരിച്ചിരിക്കുന്നത്. 41 അംഗങ്ങളുള്ള UDFിൽ നിന്ന് KK രമ മാറുകയും പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകി. അങ്ങനെ വരുമ്പോൾ KK രമ UDFിൻ്റെ ഭാഗമല്ല. UDFിൻ്റെ രാഷ്ട്രീയവും UDFിൻ്റെ നയപരിപാടികളും അംഗീകരിക്കുന്നില്ല എന്ന് പരോക്ഷമായി പറയുക കൂടിയാണ് KK രമ ചെയ്തിരിക്കുന്നത്. UDFിൻ്റെ വോട്ട് വാങ്ങി UDFിൻ്റെ ഘടകകക്ഷികളായ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും മറ്റ് ചെറുകിട ഘടകകക്ഷികളുടെയും ഒക്കെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന KK രമ ഇപ്പോൾ പറയുന്നു, ഞാൻ UDFിൻ്റെ ഭാഗമല്ല, സ്വതന്ത്ര ബ്ലോക്കായിരിക്കും എന്ന്. കോൺഗ്രസ്സിന് ഇതിനപ്പുറം ഒരു അടി കിട്ടാനില്ല, UDFിന് ഇതിനപ്പുറം ഒരു അടി കിട്ടാനില്ല. പ്രതിപക്ഷ നിര ഒറ്റക്കെട്ടായി ഒറ്റ ബ്ലോക്കായി ഇരുന്ന് ഭരണപക്ഷത്തെ നേരിടുമെന്ന് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാ ശക്തിയും ഉപയോഗിച്ച് സർക്കാരിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമെന്ന് പറയുമ്പോൾ, UDFിൻ്റെ വോട്ട് വാങ്ങി ജയിച്ചു വന്ന ഒരാൾ പറയുന്നു, ഞാൻ UDFിൻ്റെ ഭാഗമല്ല, സ്വതന്ത്രയായി ഇരിക്കും എന്ന്. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് KK രമ അങ്ങനെ പറഞ്ഞിരുന്നില്ല. UDFുകാരോടൊപ്പമാണ് വോട്ട് പിടിക്കാൻ പോയത്. UDF നേതാക്കളാണ് വടകര മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയത്. മുസ്ലിം ലീഗ് നേതാക്കളാണ് വടകര മണ്ഡലത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയത്. അവരുടെ ഒപ്പമായിരുന്നു KK രമ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ നിയമസഭയിലെത്തിയപ്പോൾ KK രമ പറഞ്ഞു, ഞങ്ങളില്ല, ഞാൻ ഒറ്റ ബ്ലോക്കായി വേറെ ബ്ലോക്കായി ഇരിക്കും എന്ന് വെച്ചാൽ UDFിൻ്റെ വിപ്പ് KK രമയ്ക്ക് ബാധകമല്ല. നാളെ KK രമയ്ക്ക് വേറൊരു പാർട്ടി ചേരാനോ മറ്റോ താല്പര്യമുണ്ടെങ്കിലും UDFിൻ്റെ ഒരു നയപരിപാടികളോ ആയിട്ടോ UDFുമായിട്ടോ ബന്ധമില്ല എന്ന് അവർക്ക് പറയുകയും ചെയ്യാം. എന്ന് വെച്ചാൽ UDFിൻ്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്, UDFിൻ്റെ നയപരിപാടികളുമായി യോജിപ്പില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് KK രമ ചെയ്തിരിക്കുന്നത്. അത് ഏതായാലും UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടി തന്നെയാണ്. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക എന്നത് രമേശ് ചെന്നിത്തല പറയും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി പറയും, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായ VD സതീശൻ എങ്കിലും പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. PC വിശ്വനാഥിനോട് ഇക്കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് VD സതീശൻ പറയും എന്നാണ് PC വിശ്വനാഥ് പറഞ്ഞിരിക്കുന്നത്. നാളെ PC വിശ്വനാഥ് മത്സരിക്കുകയാണ്. സ്പീക്കർ സ്ഥാനത്തേക്കാണ് മത്സരം. നാളെയാണ് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ അപ്പോൾ KK രമ ആർക്ക് വോട്ട് ചെയ്യും എന്നത് ഒരു സംശയമാണ്. അവർക്ക് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. UDFിൻ്റെ വിപ്പ് KK രമക്ക് ബാധകമല്ല. സ്വതന്ത്ര നിലപാടെടുത്ത് പ്രശ്നാധിഷ്ഠിത പിന്തുണ സർക്കാരിനും പ്രതിപക്ഷത്തിനും നൽകി അവർ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഏതായാലും UDFിന് കിട്ടിയ ആദ്യത്തെ അടി KK രമ പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരിക്കും എന്നതാണ്.